ഹലോ, ഇത് എൻ്റെ കഥയാണ് കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് ദ സ്റ്റോറി. ഞാനിപ്പോൾ ജർമ്മനിയിൽ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ PhD ആണ്. സോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തതിന് 3 മന്ത്സിനുള്ളിൽ ഒരു സ്റ്റാർട്ടപ്പ് മീറ്റിംഗ് കൊടുക്കണം. ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ മാസ്റ്റേഴ്സ് പ്രൊജക്റ്റ് ചെയ്തതിനായിട്ട് കുറച്ച് വ്യത്യസ്തമായിരുന്നു PhD ടോപ്പിക് എന്ന കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എഫേർട്ട് ഇട്ട് തന്നെ കുറച്ച് തിയറീസ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണമായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടി. അത് മതിയല്ലോ. പിന്നെ ഇന്ന് പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് കുറച്ച് ഫോർമൽസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് ലാബിലൊക്കെ പോയത്. പിന്നെ ഞാൻ ഈ ജർമ്മനി എന്ന് പറയുന്ന കൺട്രി ഇഷ്ടപ്പെട്ട് വരികയാണ് കേട്ടോ. കാരണം ഇറ്റ്സ് റിയലി വെരി ഡിഫറെൻറ്റ് റൈറ്റ്. കാരണം ദ ലൈഫ് ഐ ഹാഡ് ബിഫോർ ആൻഡ് ദ ലൈഫ് ഐ ഹാവ് നൗ ഒരു ശരിക്കും ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫല്ലേ. ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നു. എൻ്റെ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. ചെറിയ വിഷമങ്ങളിൽ സങ്കടം വരുന്നുണ്ട്. പക്ഷേ അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ജർമ്മനിയിൽ എത്തിയിട്ട് ഒരു എക്സാം ഒക്കെ എഴുതി കേട്ടോ. ശരിക്കും ഞങ്ങളുടെ PhDയിൽ എക്സാം എഴുതേണ്ടത് മാൻഡേറ്ററി ഇല്ല. കോഴ്സസ് എടുക്കണമെന്ന് മാൻഡേറ്ററി ഇല്ല. പക്ഷേ എൻ്റെ പ്രൊഫസറിൻ്റെ കോഴ്സ് ആയതുകൊണ്ട് ഐ തോട്ട് ഓഫ് റൈറ്റിംഗ് ദ എക്സാം. പിന്നെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സാമിനായിട്ട് പഠിക്കുന്നത് ഇച്ചിരി ടയറിംഗ് ആണ്. പിന്നെ ഞാൻ ആ എക്സാമൊക്കെ എഴുതി അത്യാവശ്യം മാർക്കോടുകൂടി തന്നെ പാസ്സായി കേട്ടോ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് എനിക്ക് ഇതുപോലത്തെ സാധനങ്ങളോട് ആ ക്രേസ്. അങ്ങനെ എനിക്ക് എൻ്റെ പാചകം രസകരവും രുചികരവും ആക്കാനായിട്ട് ഞാനൊരു ബ്ലെൻഡറൊക്കെ വാങ്ങി. പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യമായി മഞ്ഞിൽ കളിച്ചു. അതൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു. പിന്നെ മഞ്ഞിൽ കളിക്കുന്ന കാര്യം പറയുമ്പോഴുണ്ടല്ലോ, ആദ്യമൊക്കെ മഞ്ഞിൽ കളിക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ അത് കഴിയുമ്പോൾ അത് മടുക്കും. പിന്നെ ഇവിടെ എത്തിയിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ പറ്റി. ആൻഡ് ദിസ് കൺട്രി ഈസ് റിയലി സോ ബ്യൂട്ടിഫുൾ. ഇനി പക്ഷേ എനിക്ക് വേറെ കൺട്രീസിലൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് എൻ്റെ വീട് കോട്ടയാണല്ലോ. കോട്ടയത്തു നിന്ന് ഇപ്പോൾ കോഴിക്കോടൊക്കെ പോകുന്നത് പോലെ നമുക്ക് ഇവിടുന്ന് വേറെ കൺട്രീസ് പോകാൻ പറ്റും. വി ഹാവ് ദ ഷെങ്കൻ വിസ. അങ്ങനെയൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെന്താ, റിസർച്ച് ലൈഫ് ആകുമ്പോൾ കുറേ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ. പിന്നെ ചെറിയ കാര്യങ്ങൾ വരെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടോ. എൻ്റെ ലാബിൽ നിന്ന് എനിക്കൊരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡൊക്കെ കിട്ടി. അതെനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി. എൻ്റെ പേരൊക്കെ വെച്ച് എഴുതിയാണ് എനിക്കത് കിട്ടിയത്. ആൻഡ് ദിസ് ലിറ്റിൽ തിങ്സ് ആർ മേക്കിംഗ് മീ സോ ഹാപ്പി. പിന്നെന്താ, ഇവിടെ ഞാൻ തന്നെ ഫുഡ് കഴിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ഫുഡ് കഴിക്കുന്നു, ഞാൻ തന്നെ ആസ്വദിക്കുന്നു. നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്കും പാപ്പയ്ക്കും അനിയനും ചേച്ചിക്കൊക്കെ കൊടുത്ത് അവരുടെ അഭിപ്രായം കേട്ട് സന്തോഷിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ അറിയില്ല, കുറേ അബദ്ധങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം എനിക്ക് എൻ്റെ ലഞ്ച് ബോക്സ് തുറക്കാൻ പറ്റില്ല. പിന്നെ ഒരു വിധത്തിലൊരു ഹോളൊക്കെ ഇട്ട് പ്രഷർ റിലീസൊക്കെ ഒരു വിധം തുറന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ സ്റ്റിൽ വെൻ ഐ തിങ്ക് അബൌട്ട് ദ ഡേ ഐ ലെഫ്റ്റ് മൈ ഹോം, മൈ ബിലോഡ് പേരൻസ്, മൈ ഡിയർ സിബ്ലിങ്സ് ടു ഡിഫറെൻറ്റ് കൺട്രി, അത് ശരിക്കും ആലോചിക്കുമ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും സാഡായിട്ടുള്ളൊരു ഡേ ആയിരുന്നു അത്. പിന്നെ ഇത് കണ്ടില്ലേ, എൻ്റെ പപ്പയ്ക്ക് കുഴിമന്തി ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കൂടെ കഴിക്കാൻ വരുന്നു. പിന്നെ പപ്പയുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കാരണം പപ്പ റിട്ടയർ ചെയ്ത് വന്നപ്പോൾ ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആസ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി ഫോർ അവർ അനി, അവൾ ഞാൻ ജർമ്മനി പോകുന്നതിന് മുന്നേ നാട്ടിൽ വന്നിരുന്നു. എന്നിട്ട് അനിയൻ ഡൽഹിയിലായതുകൊണ്ട് അവനെ കാണാനായിട്ട് നമ്മൾ പോയി. ആൻഡ് ദോസ് ഡേയ്സ് വെർ റിയലി സോ എന്താ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഡേയ്സ്. അത് കഴിഞ്ഞ് പപ്പ എനിക്കായിട്ട് ചായ കൊണ്ടുവരുന്നു, അവ ചായ ടൈം, ആൻഡ് ഐ റിയലി മിസ് ദാറ്റ് നൗ. പക്ഷേ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. പിന്നെ ഫൈനലി വെൻ മൈ വിസ ഗോട്ട് പ്രിൻറ്റഡ് ഓൺ മൈ പാസ്പോർട്ട്, ഐ വാസ് റിയലി സോ ഹാപ്പി. പിന്നെ ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ പപ്പയ്ക്കാണ് ഭാഗ്യം ലഭിച്ചത്. ഹീ സോ ലക്കി. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ കഥയുള്ളൂ. അപ്പോൾ ശരി, ബൈ.